ഇന്ന് അമൃതം പൊടി കിട്ടുന്ന ദിവസമായിരുന്നു കേട്ടോ. 3 വയസ്സ് വരെ കിട്ടും. 6 പാക്കറ്റാണ് കിട്ടുന്നത്. ചില മാസത്തിൽ ഒന്നും കിട്ടാതെ ഇരുന്നിട്ടുണ്ട്. തീർന്നു പോയി എന്നൊക്കെ അവർ പറയും. ആർക്കറിയാം. അതിലാണെങ്കിൽ പഞ്ചസാര 20% എന്ന് വെണ്ടയ്ക്ക മുഴുപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. പഞ്ചസാര വെളുത്ത വിഷമാണെന്നാണല്ലോ പറയണേ. അതുകൊണ്ട് ഞാൻ പനങ്കൽക്കണ്ടമാണ് കുട്ടിക്ക് കൊടുക്കാറ്. അത് നല്ലതാണെന്നൊന്നും എനിക്കറിയില്ല. കുട്ടിയാണെങ്കിൽ ഫുഡ് കഴിക്കാൻ നല്ല മടിയാണ്. കഴിക്കുന്നതോ പോഴിയിലൊട്ട് പിടിക്കുകയോ ഇല്ല. കഷ്ടി അണ്ടർ വെയിറ്റ് ആകാതെ നിൽക്കുന്നു. എപ്പോഴും അസുഖം. അപ്പോഴൊരു ദിവസം അവളുടെ ഡേ കെയറിൽ ടീച്ചർ അവൾക്ക് മട്ടൻ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞത്. മട്ടൻ കഴിച്ചാൽ വെയിറ്റും ഇമ്മ്യൂണിറ്റിയും കൂടുമെന്ന് ടീച്ചർ പറഞ്ഞു. മട്ടൻ വാങ്ങാൻ പോയപ്പോഴേ 500 ഗ്രാമിന് 500 രൂപ. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു, ഇത്രയും വിലയാണെന്നൊന്നും. അപ്പോഴാണ് ഈ ഇടയ്ക്ക് ഇൻ്റർവ്യൂവിൽ ഒരു ജയിലിലെ ഫുഡ് മെനു പറയുന്നത് കേട്ടത്. അവിടെ ഉണ്ടല്ലോ 1-2 ദിവസം ചിക്കൻ ഉണ്ടായിരിക്കും, 2 ദിവസം ഫിഷ് കറി ഉണ്ടാവും. അതൊക്കെ പോട്ടെ, സാറ്റർഡേ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അവിടെ മട്ടൻ കൊടുത്തിരിക്കുമെന്നാണ് ആ ജയിലർ പറഞ്ഞത്. എന്താ അല്ലേ? ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ 1-2 പ്രാവശ്യം മട്ടൻ കഴിച്ചിട്ടുള്ളൂ. അതോ ഏതോ മാരേജ് ഫംഗ്ഷനിലാണ് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ ലൈഫിൽ എത്ര പ്രാവശ്യം മട്ടൻ കഴിച്ചിട്ടുണ്ടാവും? ജയിലിൽ അടിപൊളി ഫുഡാണെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു 1 to 3 ഇയറിനുള്ളിലാണ് ഈ കുട്ടികളുടെ ബ്രെയിൻ വളർച്ച 50% കൂടുതൽ ആകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കല്ലേ ഇച്ചിരി നല്ല ഫുഡ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അമൃതം പൊടി എത്രത്തോളം നല്ലതാണെന്നൊന്നും എനിക്കറിയില്ല. ഇതിലും കുറച്ചുകൂടെ നല്ല ഫുഡ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കിട്ടാത്ത എത്രയോ പിള്ളേരുണ്ട് പാവം, അമൃതം പൊടി മാത്രം കിട്ടുന്നവർ. ഇതൊക്കെ എനിക്ക് തോന്നിയ കാര്യങ്ങളാട്ടോ. ഇതൊക്കെ സത്യമാണോ, ഇതെന്താ ഇതിനകത്ത് എന്നൊന്നും എനിക്കറിയില്ല. എനിക്കിതെന്തോ പറയണമെന്ന് തോന്നി. കുറേ നാളായിട്ട് ഞാൻ ഓർത്തുകൊണ്ടിരിക്കുക ഇത് ആരോടെങ്കിലും ഒന്ന് പറയണം എന്നുള്ളത്. ഇതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും അമൃതം പൊടി വെച്ചിട്ട് കിടിലനൊരു ലഡു ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഇതിൽ ഞാൻ ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആദ്യം തേങ്ങയൊക്കെ ഒന്ന് വേവിച്ചിട്ട് വേണം ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ശർക്കര ഇരുന്ന് കട്ടിയായി പോകും. ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി. എന്നിട്ട് അവസാനം നെയ്യൊക്കെ ചേർത്ത് കുറച്ച് ചൂടുവെള്ളമൊക്കെ ചേർത്തിട്ട് ഞങ്ങളത് ഉരുക്കി പിന്നെ സെറ്റാക്കി എടുത്തത്. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എല്ലാവരും ഒന്ന് ട്രൈ